ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ എന്തിട്ടാണ് ഉണ്ടാക്കാൻ പോണത്? മുരിങ്ങയില വെച്ചിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമ്മുടെ മുരിങ്ങയില നമ്മളിന്ന് ചമ്മന്തി അരയ്ക്കാൻ പോവാണ്. ഇത് ഞങ്ങളുടെ അമ്മച്ചീനെ പണ്ട് മുതൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. ഇത് ഇന്ന് ഉണ്ടാക്കണ വീഡിയോ കാണിച്ചു. അപ്പോൾ ദേവൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ താരം നമ്മുടെ അമ്മച്ചിയുടെ മുരിങ്ങയില ചമ്മന്തിയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് അതിന് നമുക്ക് മുരിങ്ങയില വേണം. അപ്പോൾ ഇച്ചിരി മുരിങ്ങയില എടുത്തിട്ടുണ്ട്, അധികമൊന്നും വേണ്ട. പിന്നെ അതേ കാന്താരി, എരിവിനനുസരിച്ച് ഞങ്ങൾക്ക് കാന്താരി ഉണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് എടുത്തു. നിങ്ങൾക്കില്ലെങ്കിൽ പച്ചമുളകായാലും മതി. ഞങ്ങൾ കുറച്ച് എരിവിൻ്റെ ആൾക്കാർ, അതുകൊണ്ടാട്ടോ ഇത്രയും കാന്താരി എടുത്തത്. അപ്പോൾ അതേ തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് പുളിയും, പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണേ. നമുക്കത് എണ്ണയിലിട്ട് വഴട്ടാനുണ്ട്. അപ്പോൾ അത് എണ്ണ വെച്ച് നമ്മളത് ചെറിയുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ചെറുതായിട്ടൊന്ന് പകുതി വരെ ഒന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകണ്ട കേട്ടോ, ഒരുപാട് നല്ലോണം വഴന്ന് വരണ്ട, ചെറുതായിട്ട് വാട്ടി വരും. അപ്പോൾ അതിൻ്റെ പകുതിയോളം ആകുമ്പോൾ അതിനകത്തേക്ക് ആ മുളകും ഒന്ന് വാടി വരുന്നവരെ ഇളക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് ഏകദേശം ആയി കഴിയുമ്പോൾ അത് ഈ ഒരു കളറാവുമ്പോൾ അത് വാരിയെടുക്കുക. അതിലേക്ക് തേങ്ങ ഇടുക, നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങ, അതൊരു അരമുറി തേങ്ങ ഉണ്ടാവും, അത് ഇട്ട് നല്ലോണം ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട, ഈ ഒരു ഷെയ്ഡിൽ എടുക്കുക. എന്നിട്ട് തേങ്ങ ഇടുമ്പോൾ പിന്നെ എണ്ണ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ച് ആ മുരിങ്ങയിലേ നമ്മൾ വെറും ഒരു 2 മിനിറ്റ് ഒന്നും വേണ്ട, ഇളക്കുമ്പോൾ തന്നെ അത് ചുങ്ങിപ്പോയി, ഇത്രയൊന്നായാൽ മതി. അതും വാരി എടുക്കുക അതിൽ നിന്ന്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ആ ഉപ്പും പുളിയും കൂടിയിട്ട് നമ്മൾ അരച്ചെടുക്കുക. നമ്മുടെ ചമ്മന്തിയുടെ അളവിൽ അരച്ചെടുക്കുക. അത്യാവശ്യം ഇച്ചിരി വെള്ളം ഒഴിച്ച്, വല്ലാണ്ട് വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ചമ്മന്തി കിട്ടും. അങ്ങനെ നമ്മുടെ അമ്മച്ചീൻ്റെ ചമ്മന്തി റെഡി ആയിട്ടാ. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, എപ്പോഴും ഉണ്ടാക്കണ അതേ ടേസ്റ്റാണ്, ഒരു മാറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തി. ഇതുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം നന്നായി ചോറുണ്ണും. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്ര കുറച്ച് സാധനങ്ങളല്ലേ വേണ്ടുള്ളൂ. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. കമൻ്റായിട്ട് എല്ലാം ഒന്ന് അറിയിച്ചോളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഓരോരോ റെസിപ്പീസ് ഉണ്ടെങ്കിൽ അതും നമുക്കൊന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.